ഹായ് മക്കളെ, ക്രിസ്മസ് പരീക്ഷ ഇതാ അടുത്തെത്തിയിരിക്കുകയാണ്. നമുക്കിനി നല്ല വാശിയോടെ പഠിക്കേണ്ട സമയമാണ് അല്ലേ? അപ്പോൾ ഇനിയുള്ള ദിവസം എന്ന് പറയുന്നത് നല്ലോണം ടൈം മാനേജ് ചെയ്ത് സ്ട്രാറ്റജിയിലായിട്ട് പഠിക്കേണ്ടതാണ്. അപ്പോൾ ആദ്യം തന്നെ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത്, അപ്പോൾ ഇനി ഇത്ര കുറച്ച് ദിവസമായി, പക്ഷെ ഇന്നെന്നുള്ള ദിവസം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. ടൈം ടേബിൾ നിങ്ങൾ ആദ്യം തന്നെ എവിടെയെങ്കിലും എഴുതി വെക്കുക എന്നുള്ളതാണ്. ഒന്നെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി ടേബിളിന് മുന്നേ ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ ടൈം ടേബിൾ വ്യക്തമായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഏറ്റവും നല്ലത് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂമിലോ സ്റ്റഡി ടേബിൾ ഫ്രണ്ടിലോ നിങ്ങൾ സ്റ്റിക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും, ഓരോ സബ്ജക്റ്റിനും എത്ര ദിവസമുണ്ട്, ഓരോ സബ്ജക്റ്റിനും എത്ര ദിവസം പഠിക്കാൻ നമുക്ക് സമയമുണ്ട് എന്നുള്ളത്. അപ്പോൾ സാറ്റർഡേ സൺഡേ ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ദിവസമുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ അതിനുശേഷമുള്ള 2 സബ്ജക്റ്റിന് വേണ്ടി അത് മാറ്റി വെക്കുക. അതുപോലെ തന്നെ ഒട്ടും സമയമില്ല എന്ന് തോന്നുന്നതാണെങ്കിൽ അത് ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു വെക്കുക. മിക്ക കുട്ടികളും ചെയ്യുന്ന ഒരു പ്രശ്നം, ആദ്യം തന്നെ ആദ്യത്തെ സബ്ജക്റ്റിന്റെ പരീക്ഷ പോയിട്ട് അതിന് വേണ്ടി ഇരുന്ന് ഇപ്പോഴേ പഠിച്ചു തുടങ്ങും. അപ്പം ബാക്കിയുള്ള പരീക്ഷയ്ക്ക് നമുക്ക് സമയവും സാവകാശവും ഉണ്ടാവാതെ വരും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്, നമുക്ക് സമയമില്ലാതെ, അത് ഒരു ഇടവേളയോ അല്ലെങ്കിൽ ഒരു ബ്രേക്കോ കിട്ടാത്ത സബ്ജക്റ്റിനെ ആദ്യം തന്നെ ഇരുന്ന് പഠിക്കുക. കൂടാതെ തന്നെ നിങ്ങൾ ഇതുവരെ പഠിച്ച് തീർത്തിട്ടില്ല, ഒരു കോൺഫിഡൻസ് വരാത്ത സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് ഈ ഒരു സമയത്ത് ഇരുന്ന് റിവൈസ് ചെയ്യുക. നമ്മുടെ ലൈവുകൾ വരുന്നതിനനുസരിച്ച് അത് നോട്ട് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് റിവിഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കൂടെ തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് തേടി പോവുക. അതിന് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എവിടെയും ബാക്കി തേടാൻ പോകണ്ട, നമ്മുടെ ലൈവിലേക്ക് തന്നെ വന്നാൽ എല്ലാ സബ്ജക്റ്റിനെയും പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാനുള്ള എല്ലാ ടൈപ്പും ട്രിക്കും ഒക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയം യൂസ്ഫുൾ ആവണമെങ്കിൽ ഇതേപോലെ സ്ട്രാറ്റജിക്കലായിട്ട് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് ഓരോ സബ്ജക്റ്റിനും ഇത്ര സമയം കൊടുത്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കാം. മാത്രമല്ല, നമ്മൾ ലൈവ് കാണുമ്പോൾ കുറേ പേരും വെറുതെ ഇരുന്ന് കേൾക്കുന്നവരുണ്ടാകും. പക്ഷെ ഞാൻ പറയട്ടെ, വെറും ഒരു ലിസണർ ആവുക മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ ലൈവ് കാണുമ്പോഴും പഠിക്കുമ്പോഴും ഒരു പേപ്പറോ ഒരു ബുക്കോ, ഞാൻ സ്പെസിഫിക്കലി പറയുന്ന ഒരു ബുക്കാണ്, ഓരോ സബ്ജക്റ്റിനും നിങ്ങൾക്കൊരു റഫ് ബുക്ക് ഉണ്ടെങ്കിൽ അത് എഴുതി എടുത്ത് വെച്ചിട്ട് ലെക്ചർ നോട്ട് എഴുതി നിങ്ങളുടെ തന്നെ നോട്ട് ഉണ്ടാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് എക്സാമിന് പോകുന്നതിന് മുന്നേ റിവിഷൻ നടത്തി ഒന്ന് ഓടിച്ചിട്ട് വായിക്കാനും മേജറായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേഗം നോക്കി പോകാനും പറ്റും. അപ്പോൾ ഇത് എല്ലാ സബ്ജക്റ്റിനും ഫോളോ ചെയ്ത് തന്നെ പഠിക്കുക. ഇനിയുള്ള സമയം സ്ട്രാറ്റജിക്കലായിട്ട് നല്ല ട്രിക്കി ആയിട്ട് തന്നെ പഠിക്കുക. അതിനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ലൈവുകളൊന്നും മിസ്സാക്കാതെ എല്ലാ വീഡിയോസും നമ്മൾ കൊടുക്കുന്നത് കാണുക, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.